നാളെ നടത്താനിരുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത ശനിയാഴ്ചയിലേക്കാണ് മാറ്റിയത്. ഒക്ടോബർ 4-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്തെ ഗോർക്കി ഭവനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ നറുക്കെടുപ്പ് നടത്തും എന്നുള്ളതാണ് ലോട്ടറി ഡയറക്ടറേറ്റിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ GSTയിലെ മാറ്റവും ഒപ്പം മഴ വില്ലനായതുമാണ് ഈ മാറ്റത്തിനുള്ള നറുക്കെടുപ്പ് മാറ്റിവെക്കാനുള്ള സാഹചര്യം എന്നുള്ളതാണ് ലോട്ടറി വകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നത്. ഇതിനോടകം തന്നെ 75 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ നറുക്കെടുപ്പ് തീയതി മാറ്റിവെക്കണമെന്നുള്ള ഏജൻറ്റുമാരുടെയും അതോടൊപ്പം വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന കൂടി മാനിച്ചാണ് ഈ തീരുമാനം എന്നതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ 1-ാം സ്ഥാനത്തുള്ളത് പാലക്കാട് ജില്ലയാണ്. അതായത് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. 14,07,100 ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റഴിഞ്ഞിരിക്കുന്നത്. ഇതിനോടകം തന്നെ 75 ലക്ഷം ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ലോട്ടറി വകുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2-ാം സ്ഥാനത്തുള്ളത് തൃശ്ശൂർ ജില്ലയാണ്. 9,37,400 ടിക്കറ്റുകൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വിറ്റുപോയിട്ടുണ്ട്. 3-ാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരമാണ്. 8,75,900 ടിക്കറ്റുകളും ഇതിനോടകം തന്നെ ഏജൻസികൾക്ക് വിറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ് ഭാഗ്യക്കുറി വകുപ്പ് വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടിക്കറ്റ് എടുക്കുന്നത് 27 എന്നുള്ളത് ഒക്ടോബർ 4-ലേക്ക് മാറ്റിയത് എല്ലാം കൊണ്ടും നല്ലതാണ്. എന്നിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ പിന്നെ ഫലം, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന നികുതി നിരക്കിൽ നിന്ന് 28-ൽ നിന്ന് 40-ലേക്ക് ലോട്ടറിയെ ഒരു സിൻ ഗുഡ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് ലോട്ടറിയെ നികുതി 40% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 71.40 ലക്ഷം തിരുവോണം ബമ്പർ ടിക്കറ്റുകളാണ് വിറ്റഴിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും നാളെയൊക്കെ തന്നെയും അവസാനവട്ട തയ്യാറെടുപ്പിൽ ടിക്കറ്റുകൾ എടുക്കാനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇനിയും സമയം കിട്ടും. ഒക്ടോബർ 4 വരെയും ടിക്കറ്റുകൾ എടുക്കാം. മറ്റൊന്ന്, നാളെ ഒരു ഭാഗ്യദിനമായി ഒക്കെ തന്നെയും പല ആളുകളും പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാകും. അവർ ആ ഭാഗ്യദിനം ഒക്ടോബർ 4-ലേക്ക് മാറ്റിവെക്കേണ്ടി വരുമെന്നുള്ളതാണ് ചെറിയതായിട്ട് ആണെങ്കിൽ പോലും ഒരു ചെറിയ നിരാശയായി തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. 2-ാം സമ്മാനമായി 1 കോടി രൂപ വീതം ഇത്തരത്തിൽ 2-ാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, 3-ാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും, 4-ാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും, 5-ാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും നൽകുന്നു എന്നുള്ളതാണ് ഈ ഭാഗ്യക്കുറിയുടെ ഒരു പ്രത്യേകത. ഏതായാലും ഇതിന് കൂടാതെ തന്നെ 5,000, 2,000, 1,000, 500 രൂപയുടെ വിവിധ നിരവധിയായിട്ടുള്ള സമ്മാനങ്ങളും ഈ നറുക്കെടുപ്പിലൂടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതുകൂടി ഈ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സൂചിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനും കഴിയുന്നുണ്ട്. തിരുവോണം ബമ്പറും പൂജാ ബമ്പറും ഒക്കെ തന്നെയും ഒരുപാട് സമ്മാനങ്ങളുള്ള ടിക്കറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ GSTയിൽ വന്ന മാറ്റം, അതോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും മഴയായിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിൽ മിനിഞ്ഞാന്ന് തുടങ്ങിയ മഴ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം ടിക്കറ്റ് വിൽപ്പനയടക്കം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഏജൻസികൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല, വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ആളുകൾക്കുള്ളത്. ഈ ഒരു സ്ഥിതിവിശേഷം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ടിക്കറ്റ് വിൽപ്പന കാര്യമായി വന്നിട്ടില്ല എന്നുള്ള കാര്യം ഏജൻസികൾ സൂചിപ്പിച്ചിരുന്നു. ആ 40% നികുതി തന്നെയാണോ ലോട്ടറി അടിക്കുന്നവരിൽ നിന്ന് ഈടാക്കുക എന്ന കാര്യമൊക്കെ വളരെ കൃത്യമായി ഒന്ന് പൊതുജനത്തെ അറിയിച്ചതിന് ശേഷം, അപ്പോൾ വിവിധ തരം പ്രൈസസ് അടിക്കുന്നവർക്ക് എത്ര രൂപയുടെ നഷ്ടം ഈ ലോട്ടറി ടിക്കറ്റ് ഈ നികുതി മുഖാന്തരം, പുതിയ GST നിരക്ക് മുഖാന്തരം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിച്ച് അതിനുശേഷം ഒക്ടോബർ 4-ാം തീയതി ആകുമ്പോഴേക്കും ടിക്കറ്റ് ലോട്ടറി എടുക്കുന്നതായിരിക്കും. ലോട്ടറിയുടെ ഡ്രോ നടത്തുന്നതായിരിക്കും കൂടുതൽ ആശ്വാസകരം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.